നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് ഷഷ്ടിതിഥിയും ചൊവ്വാഴ്ചയും ഒന്നിച്ചു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സഫലമാകുന്നതിന് വേണ്ടി ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ്. വഴിപാടെന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചൊല്ലേണ്ട ഒരു നാമത്തെ കുറിച്ചാണ് പറയുന്നത്. വീട്ടിലിരുന്ന് ചൊല്ലാം, അല്ലെങ്കിൽ നമുക്കിത് എഴുതുകയും ചെയ്യാം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരുന്ന് ചൊല്ലാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയിരുന്നും ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. എഴുതാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഇത് ചൊല്ലിയാൽ മാത്രം മതി. എഴുതുന്നതാണ് കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത്. നാളെ ഓഗസ്റ്റ് 18-ാം തീയതി ചിങ്ങമാസത്തിലെ ഷഷ്ടി തിഥിയും ചൊവ്വാഴ്ചയും ഒന്നിച്ചാണ് വരുന്നത്. ചിങ്ങമാസത്തിലെ ഷഷ്ടി ദിവസം ശുദ്ധിയോടെ വ്രതമെടുത്ത് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ധനധാന്യ സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ളതാണ്. സന്താന ഭാഗ്യത്തിന് വേണ്ടിയും ജോലി ലഭിക്കുന്നതിന് വേണ്ടി, സ്കിൻ ഡിസീസസ് മാറിക്കിട്ടുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് മുരുക ഭഗവാനെയാണ് ഭജിക്കേണ്ടത്. ഏതൊരു വ്രതം അനുഷ്ഠിക്കുമ്പോഴും ആ വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ദാനം കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വ്രതത്തിന് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കും. ഓരോ മാസത്തെയും ഷഷ്ടി വ്രതം ആചരിക്കുന്നതിന് പ്രത്യേകം ഫലങ്ങളുണ്ട്. ഓരോ ഷഷ്ടിക്ക് പിന്നിലും പ്രത്യേകം ഐതിഹ്യങ്ങളുമുണ്ട്. ചിങ്ങമാസത്തിലെ ഷഷ്ടിയെ സൂര്യഷഷ്ടി എന്നാണ് പറയുന്നത്. അന്ന് വ്രതമെടുത്ത് സൂര്യഭഗവാനെ പൂജ ചെയ്യുകയാണെങ്കിൽ അഷ്ട ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ്. രാവിലെ കുളിച്ചു വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയത്ത് സൂര്യനെ നോക്കി ഓം ആദിത്യായ നമ എന്ന് ചൊല്ലാവുന്നതാണ്. സൂര്യന് ജലം സമർപ്പിക്കുന്നവരാണെങ്കിൽ ഒരു ചെമ്പുകുടത്തിൽ ജലം നിറച്ച് ആ ഒരു ജലം സൂര്യനെ സമർപ്പിച്ചുകൊണ്ട് ഓം ആദിത്യായ നമ എന്ന് 11 തവണ ചൊല്ലാവുന്നതാണ്. സൂര്യന് ജലം സമർപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഓൾറെഡി ഞാൻ സൂര്യ അർഘ്യ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കി ചെയ്യാവുന്നതാണ്. കാരണം സൂര്യന് ജലം സമർപ്പിക്കുമ്പോൾ ആ വെള്ളം നിലത്ത് വീഴാറുണ്ടല്ലോ, അതിലൂടെ പിന്നെ നമ്മൾ ചവിട്ടി നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പഞ്ചമി ദിവസം മുതൽ വ്രതം തുടങ്ങണമെന്നാണ്. പഞ്ചമി ദിവസം തലേ ദിവസം ഒരു നേരം മാത്രമാണ് അരിയാഹാരം കഴിക്കുന്നത്. രാവിലെ ഗോതമ്പിന്റെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഉത്തമം. ഷഷ്ടി ദിവസം രാവിലെ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് ആദ്യം വീട്ടിൽ വിളക്ക് കൊളുത്തി മുരുക ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയതിനു ശേഷം അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ നടത്താവുന്നതാണ്. ഷഷ്ടി ദിവസം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറ് വാങ്ങി കഴിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതെയാണ് വ്രതമെടുക്കുന്നതെങ്കിൽ രാത്രിയിൽ ചോറ് കഴിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടാണ് നിങ്ങൾ വ്രതമെടുക്കുന്നതെങ്കിൽ രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിലും അനുഷ്ഠിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ദിവസം കുളിച്ച് ശുദ്ധമായി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും. ഓം ശരവണഭവ 108 തവണ ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം വജത് ഭുവേ നമ 108 തവണ ചൊല്ലാവുന്നതാണ്. ഇത് രണ്ടും ചൊല്ലണം എന്നില്ല, ഏതെങ്കിലും ഒരു നാമം 108 തവണ ചൊല്ലാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും അതുപോലെ ഷഷ്ടി തിഥി വരുന്ന ദിവസവും സുബ്രഹ്മണ്യ സ്വാമിയെയും ഷഷ്ടി ദേവിയെയും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനും നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാകുന്നതിനും സഹായിക്കും. ഇനി നമുക്ക് ഈ ഒരു ദിവസം ചെയ്യാൻ സാധിക്കുന്ന വഴിപാട് എന്താണെന്ന് നോക്കാം. ഇത് ഏതൊക്കെ ദിവസങ്ങളിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏതൊരു ചൊവ്വാഴ്ചയും ഇത് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഷഷ്ടി തിഥി വരുന്ന ദിവസവും ഇത് ചെയ്യാവുന്നതാണ്. നാളെ ഇപ്പോൾ ചൊവ്വാഴ്ചയും ഷഷ്ടി തിഥിയും ഒന്നിച്ചു വരുന്നത് കൊണ്ട് നാളെ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മന്ത്രമാണ് പറയുന്നത്. ഈ ഒരു മന്ത്രം നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ നമുക്കത് എഴുതി പ്രാർത്ഥിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. ആദ്യം എങ്ങനെയാണ് എഴുതി പ്രാർത്ഥിക്കേണ്ടത് എന്ന് നോക്കാം. ഒരു വൈറ്റ് കളർ പേപ്പർ എടുത്ത് വെക്കുക. ഇനി ആദ്യം തന്നെ പറയട്ടെ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ 3 ദിവസം തുടർച്ചയായി ചെയ്യണം എന്നുമുണ്ട്. 3 ദിവസം തുടർച്ചയായി ചെയ്യുമ്പോൾ 3 ദിവസവും രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി, മുരുക ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയുടെ മുന്നിൽ വിളക്ക് കൊളുത്തി, നമ്മൾ സ്ഥിരമായി കൊളുത്തുന്ന നിലവിളക്ക് കൊളുത്തിയാൽ മതി. ഈ 3 ദിവസവും വിളക്ക് കൊളുത്തണം.
അതിനോടൊപ്പം തന്നെ മുരുക ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ഒരു നിവേദ്യം എന്ന് പറയുമ്പോൾ കുറച്ച് അവൽ വെക്കാം, അല്ലെങ്കിൽ 2 പഴം വെക്കാം. എന്തായാലും ഈ 3 ദിവസം നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിവേദ്യം വെച്ച് പ്രാർത്ഥിക്കുക. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 3 ദിവസം മാത്രം നിവേദ്യം വെച്ചാൽ മതി. 3 ദിവസവും ഒരു A4 ഷീറ്റ് എടുത്താൽ നമുക്ക് 3 ദിവസവും ആ ഒരു A4 ഷീറ്റിൽ തന്നെ എഴുതാവുന്നതാണ്. ആ പേപ്പറിന്റെ 2 പുറത്തും എഴുതാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്പർ ഇട്ട് വെക്കുക. 27 തവണയാണ് എഴുതേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രശ്നം കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് 108 തവണ ഇത് എഴുതാവുന്നതാണ്. അപ്പോൾ കുറച്ച് പേപ്പേഴ്സ് അധികമായിട്ട് ആവശ്യമായി വരും. ഇനി ഇത് എഴുതേണ്ടത് എപ്പോഴും പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് വേണം എഴുതേണ്ടത്. ഗ്രീൻ ഇങ്ക് ആണ് ഉപയോഗിക്കേണ്ടത്. വിളക്കിന് മുന്നിൽ ഇരുന്ന് എഴുതാം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് എഴുതാവുന്നതാണ്. ഇത് എഴുതുന്ന ദിവസം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. ഇനി നമുക്ക് മന്ത്രം എന്താണെന്ന് നോക്കാം. ഓം സിംഗ് സിംഗ് സംഗ് സംഗ് ശാംഭവി പുത്രായ നമ നമ വാവ സ്വാഹ. ഈ ഒരു മന്ത്രം അഗസ്ത്യ മഹർഷി ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള മന്ത്രമാണ്. അഗസ്ത്യ മഹർഷി ആരാണെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സിദ്ധപുരുഷന്മാരിൽ ഒരാൾ കൂടിയാണ് അഗസ്ത്യ മഹർഷി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത്. ഓം സിംഗ് സിംഗ് സംഗ് സംഗ് ശാംഭവി പുത്രായ നമ നമ വാവ സ്വാഹ. 27 തവണയാണ് എഴുതേണ്ടത്. 3 ദിവസം തുടർച്ചയായി എഴുതണം. നിങ്ങൾ രാവിലെ വിളക്ക് കൊളുത്തിയാണ് ഇത് എഴുതുന്നതെങ്കിൽ 3 ദിവസവും രാവിലെ തന്നെ ഇത് എഴുതാൻ ശ്രമിക്കുക. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയാണ് എഴുതുന്നതെങ്കിൽ 3 ദിവസവും സന്ധ്യയ്ക്ക് തന്നെയാണ് എഴുതേണ്ടത്. ഇനി നമ്മുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ പേപ്പർ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, വെള്ളത്തിൽ ഒഴുക്കി വിടാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ ഈ പേപ്പർ ഇട്ട് വെച്ച് അത് കുതിർത്തതിന് ശേഷം അത് ഏതെങ്കിലും വലിയ മരത്തിന്റെ ചുവട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രസാദം വെക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 3 ദിവസവും പ്രസാദം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എന്തും വെക്കാം. പാലാണ് ഉള്ളതെങ്കിൽ പാല് വെക്കാം, അതിനുശേഷം നമുക്ക് കുടിക്കാം. തേൻ വീട്ടിലുണ്ടെങ്കിൽ ചെറിയൊരു കിണ്ണത്തിൽ 3 ദിവസവും തേൻ തന്നെ വെച്ചാൽ മതി. ആദ്യത്തെ ദിവസം വെക്കുന്ന അതേ നിവേദ്യം തന്നെ 3 ദിവസവും വെക്കണം എന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഈ ഒരു കാര്യം പ്രാർത്ഥിക്കാവുന്നതാണ്. 3 ദിവസം നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു പ്രാർത്ഥന സാധിച്ചു കിട്ടുന്നതിനുള്ള വഴികൾ ഭഗവാൻ തുറന്നു തരും. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നാമമാണ്. വിശ്വാസത്തോടുകൂടി ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും മുരുകന്റെ അനുഗ്രഹത്താൽ നമ്മുടെ പ്രാർത്ഥന സാധിച്ചു തന്നെ കിട്ടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.